ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ അറേബ്യൻ ഡിഷായ മദ്ഹൂത്താണ് കേട്ടോ. അത് ഞങ്ങൾ തയ്യാറാക്കുന്നത് കുക്കറിലാണേ. കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ടാകും. പക്ഷേ നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. കുക്കറിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. അതിനായിട്ട് ഞങ്ങൾ ബസ്മതി അരി എടുത്തിട്ടുണ്ട്, നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനും അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും ഐറ്റംസ് നമ്മൾക്ക് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെക്കണം. അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് നാരങ്ങ നീരുമൊക്കെ പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് പുരട്ടി വെക്കണം. ഒരു അരമണിക്കൂർ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത്രയൊന്നും നേരം ഇരിക്കാനുള്ള ക്ഷമയൊന്നും നമുക്കില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ തക്കാളി ഇതുപോലെ അരിഞ്ഞ് നല്ലതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അരി കഴുകി തോർന്നിരിപ്പുണ്ട്. തക്കാളി നമ്മൾ വീട്ടിൽ തന്നെ പേസ്റ്റാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കുക്കറിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ചെറിയ ജീരകം അതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് മന്തി മസാലയാണ് കേട്ടോ. മന്തി മസാലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് തക്കാളിയും അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ 2 ഡ്രൈ ലെമനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നല്ലതുപോലെ തോർന്നിരിക്കുന്ന അരിയാണ് കേട്ടോ, അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പച്ചമല്ലിയും ചെറിയ ജീരകവുമാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ഒരു വലിയ കുറേ ഇല വെട്ടിയിട്ട് അതിനകത്താണ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരട്ടെ. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്